ഹായ് ഇറ്റ്സ് മീ മോംസി വെൽക്കം ടു ഡേ 18 ഓഫ് അവർ 21 ഡേയ്സ് ചാലഞ്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. പീസ്, മനസ്സമാധാനം. കാരണം ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് പണമല്ല, പ്രശസ്തിയല്ല, വിജയവുമല്ല, മനസ്സിന് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന രാത്രികളാണ്. പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും സമ്പാദിക്കാം, സമയം നഷ്ടപ്പെട്ടാൽ പുതിയ തുടക്കങ്ങൾ നമുക്ക് വീണ്ടും തുടങ്ങാം. പക്ഷെ മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ നമ്മൾ നമ്മളെ തന്നെ പതുക്കെ നഷ്ടപ്പെടുത്താൻ തുടങ്ങും എന്നുള്ളതാണ്. നമ്മളിൽ പലരും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ആരും നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ആരും നമ്മൾ കാരണം വിഷമിക്കാൻ പാടില്ല, എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാകണം. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒടുവിൽ നമ്മൾ മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ട് പോകും. കാരണം നമ്മൾ എല്ലായിടത്തും നമ്മുടെ എനർജി ചിലവഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ചില കോൺവെർസേഷൻസ് നമ്മുടെ എനർജി മുഴുവൻ ഡ്രെയിൻ ചെയ്യും. ചില ആളുകളുമായി നമ്മൾ കുറച്ച് നേരം സംസാരിച്ചാൽ പോലും നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ ഒരു ഹെവിനെസ് തോന്നും, ഒരു ടയർഡ്നെസ് തോന്നും. ചിലർ നമ്മളെ മനസ്സിലാക്കില്ല, ചിലർ നമ്മുടെ കൈൻഡ്നെസ് മിസ്യൂസ് ചെയ്യും, ചിലർ നമ്മുടെ സൈലൻസ് പോലും നമ്മളുടെ വീക്ക്നെസ് ആയിട്ട് കാണും. അവിടെയാണ് നമ്മൾ ഈ ഒരു ലെസൺ പഠിക്കേണ്ടത്. എവ്രി റിയാക്ഷൻ ഈസ് നോട്ട് നെസസറി എന്നുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറുപടി നൽകേണ്ടതില്ല, എല്ലാവരെയും കൺവിൻസ് ചെയ്യേണ്ടതില്ല, എല്ലാ ആർഗ്യുമെന്റ്സിനും നമ്മൾ തന്നെ ജയിക്കേണ്ടതുമില്ല. കാരണം ചില ബാറ്റിൽസിൽ ജയിച്ചാലും നമ്മുടെ പീസ് അവിടെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരുപാട് മെച്യൂർ ആയിട്ടുള്ള ആളുകൾ പല സിറ്റുവേഷനിലും ലൗഡായിരിക്കില്ല. അവർ കാമായിട്ടായിരിക്കും ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. കാരണം അവർക്കറിയാം ഏത് സിറ്റുവേഷനിൽ എന്ത് എനർജി കൊടുക്കണം, ഏത് സിറ്റുവേഷനിൽ വരുമ്പോഴും എങ്ങനെ പെരുമാറണം, എങ്ങനെ സൈലൻ്റ്ലി വാക്ക് അവേ ചെയ്യണം എന്നതൊക്കെ. അതാണ് റിയൽ സ്ട്രെങ്ത്. ആസ് എ മെൻറ്റർ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ശരിക്കും നിശ്ചയിക്കുന്നത് നമ്മുടെ സറൗണ്ടിങ്സ് ആണ്. നെഗറ്റീവ് എനർജിയുള്ള ആളുകൾക്കിടയിലാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോലും പതുക്കെ ഇല്ലാണ്ടായി തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യൽ അത്യാവശ്യമാണ്. നോ പറയുന്നത് ഒരിക്കലും ഒരു റൂഡല്ല, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സെൽഫിഷ് അല്ല. കാരണം നമ്മുടെ സ്വന്തം മെൻ്റൽ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മൾ ചില ആളുകളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വരും. അത് അവർ മോശക്കാരായത് കൊണ്ടല്ല, നമ്മൾ നമ്മളുടെ പീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ഒരു പീസ്ഫുൾ ലൈഫ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകാൻ പഠിക്കണം. നമ്മുടെ പാസ്റ്റ്, ഓവർ തിങ്കിങ്, ടോക്സിക് ഒപ്പീനിയൻസ്, അൺനെസസറി കമ്പാരിസൺ, ഇവയൊക്കെ പതുക്കെ നമ്മളിൽ നിന്ന് പീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇതിനൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ചെറിയ ടാസ്ക് എന്ന് പറയുന്നത്, ഇന്ന് രാത്രി നിങ്ങളുടെ നോട്ടിൽ 2 കാര്യങ്ങൾ എഴുതുക. ഇപ്പോൾ നിങ്ങളുടെ പീസ് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, അതുപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ എടുക്കാം, എന്ത് ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.